വിയാർപുരം കമ്മ്യൂണിറ്റി ഹാൾ, വിയാർപുരം സ്കൂൾ എന്നിവയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിയാർപുരം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വിയാർപുരം ചാത്തൻ മാസ്റ്റർ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സ്കൂളിന്റെ ഭിത്തിയിലെ ചോർച്ച തകരാർ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിയാർപുരം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KI അജിതൻ ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു വേലായുധൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ജിൽ ആന്റണി, KB ഷബീർ, PM ദാസൻ, ഭവിൻ, ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ജനത ഇതിനു മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള ഒരുപാട് വിചിത്രമായ നടപടികളും തീരുമാനങ്ങളും ഒക്കെ കാണേണ്ടതായി വന്നിട്ടുണ്ട്. ഏറെ കൊട്ടി ആഘോഷിച്ചു ചാലക്കുടിയെ ഞങ്ങൾ ഇതുവരെ ഒരു ഭരണസമിതിയും ചെയ്യാത്ത രീതിയിലേക്കുള്ള പുതിയ ഒരു ചാലക്കുടിയാക്കി മാറ്റും എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്ന പണിയൊഴിച്ച് ഒരു നടപടിയും 4 വർഷക്കാലമായി ചാലക്കുടിക്കകത്ത് ഈ ഭരണസമിതികളുടെ നേതൃത്വത്തിൽ നടന്നില്ല എന്ന് മാത്രമല്ല, പഴയ ഭരണസമിതികളുടെ നേതൃത്വത്തിൽ എത്രയോ വർഷങ്ങളായി ചാലക്കുടിയിലെ ജനത സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ചതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അവസാന ഘട്ടത്തിലുമായ ഇന്നിരുന്ന പല പദ്ധതികളും ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനോടെല്ലാം നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന അധപതിച്ച ഒരു ഭരണസമിതിയായിട്ട് ഈ ഭരണസമിതി മാറുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇപ്പോ അറിയാം, വിയാർപുരം പോലെയുള്ള ഒരു പ്രദേശത്തിനകത്ത് ഈ ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ കാര്യമാണ് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചത്. അല്ലെ, എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി ഏത് തരത്തിലുള്ള ആഘോഷമായാലും ആരെ വിശ്വസിച്ച് ആണ് നമ്മള് ഹാള് ബുക്ക് ചെയ്യുക? അവിടെ എന്ത് വിശ്വസിച്ചിട്ടാണ് ആളുകൾ അതിൽ പങ്കെടുക്കുക? ഏത് നിമിഷവും തന്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ അപകടം പതിയിരിക്കുന്നുണ്ട്. അത് ഓരോ ആളുകളുടെയും ഭാഗ്യനിർഭാഗ്യത്തിനനുസരിച്ച് ഒന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോകാം എന്ന നിലപാട് ഒരു നിരുത്തരവാദപരമായി ഒരു ഭരണസമിതി കൈകാര്യം ചെയ്യുമ്പോൾ ആരോടാണ് ചാലക്കുടിയിലെ ജനത, വിയാർപുരത്തെ ജനത പരിഭവം പറയേണ്ടത്, പരാതി പറയേണ്ടത്? ആരെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? ഇപ്പോ വിയാർപുരം സ്കൂൾ നേരത്തെ സഖാവ് ചൂണ്ടിക്കാട്ടിക്കുന്നത് പോലെ ഏറെ കുട്ടി ആഘോഷിച്ച് ഈ 4 വർഷക്കാലത്തിനകത്ത് ഇവർ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയുന്ന, അവരുടെ കാലഘട്ടം നടന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു വിദ്യാലയത്തിന്റെ സ്ഥിതിയാണ് സഖാക്കൾ ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് ഭരണസമിതിക്ക് അല്ലാതെ ഏത് ഭരണസമിതിക്ക് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയും?